ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള സോസുകളൊന്നും ചേർക്കാതെ നമുക്ക് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു എഗ് റൈസിൻ്റെ റെസിപ്പി കണ്ടു നോക്കാവേ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കിപ്പം ബോക്സിലൊക്കെ കൊടുത്തു വിടാനും അല്ല ഈവനിങ് ടൈമിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വരാൻ നേരത്ത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാനും രാവിലെ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറായിട്ടൊക്കെ നമുക്ക് കഴിക്കാവുന്ന അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഒരു എഗ് റൈസാണ്. ഞാൻ പറഞ്ഞ രീതിയിൽ നമ്മൾ ഒരു സോസുകളോ ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചില ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടു നോക്കാം. ഞാനിവിടെ ഒരു 5-6 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഈ മുളക് ഈ വെള്ളത്തിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന പോലെ ഇതൊന്ന് മുക്കിയിട്ടിട്ട് ഇത് മൂടി ഒരു 10 മിനിറ്റ് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ആ നേരം കൊണ്ട് നമുക്കൊരു കുറച്ച് വെളുത്തുള്ളി വേണം. അതിനായിട്ട് ഒരു 10-15 അല്ലി വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് എടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ആ വറ്റൽമുളകുണ്ടല്ലോ അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു 10-15 അല്ലി വെളുത്തുള്ളി ഇതും കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് കണ്ടോ എന്ത് നല്ല കളറാന്ന് നോക്കൂ. ഈ കളറും ഇതിൻ്റെ ടേസ്റ്റുമാണ് നമ്മുടെ ഈ എഗ് റൈസിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ ഈ മസാല നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. നമുക്ക് എത്ര വേണമെങ്കിലും മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും ഈ മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. ഒട്ടും തന്നെ ഇതില്ലാതെ നമ്മളിപ്പോൾ ഒരു എഗ് ബുർജിയൊക്കെ ആക്കാൻ നേരത്തെ മുട്ടയൊന്ന് ഉടച്ചെടുക്കുമല്ലോ അതുപോലെ തന്നെ ഇതൊന്ന് ഉടച്ചെടുത്ത് സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനിയൊരു പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഇതിലേക്ക് നല്ല വെളിച്ചെണ്ണയോ നെയ്യോ നമുക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് ആദ്യം നല്ല ഫ്രഷായിട്ടുള്ള കരിവേപ്പില, ആ കരിവേപ്പില എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വറന്ന് ആ കരിവേപ്പിലയുടെ നല്ലൊരു ടേസ്റ്റ് ഒന്ന് ഫ്ലേവർ വരണം. അത് കഴിയുമ്പോൾ നമുക്ക് സ്ലൈസായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാളയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ബ്രൗൺ കളർ ആയി കിട്ടണം. അത് കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ചില്ലി ഗാർലിക് മസാല ഉണ്ടല്ലോ, എത്ര മസാല വേണം അത്രത്തോളം മസാല നമുക്കിതിന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചില്ലി ഗാർലിക് നമ്മൾ അരച്ച് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലായിട്ട് സ്റ്റോർ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഒക്കെ ഇതുപോലെ എഗ് റൈസ് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പം ഒരു 2-2.5 സ്പൂണോളം ഗാർലിക് പേസ്റ്റ്, ചില്ലി ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് എണ്ണയ്ക്കകത്ത് ആ മസാലയൊന്ന് വഴന്ന് അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അത് കഴിയുമ്പം ഇതിലേക്ക് ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുട്ടയുണ്ടല്ലോ ആ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. മുട്ട ചേർക്കുന്നതിൻ്റെ മുന്നേ ആ മസാലയൊക്കെ സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചിട്ട് നടുക്കിലായിട്ട് നമുക്ക് മുട്ടയൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മുട്ട ചേർത്തിട്ട് അപ്പം തന്നെ നമ്മൾ മിക്സ് ചെയ്യരുത്. ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ താഴ്ഭാഗമൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഹാർഡായിട്ട് കിട്ടും. അത് കഴിയുമ്പോൾ അതൊന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുത്ത് നമ്മൾ തയ്യാറാക്കുവാണെങ്കിൽ നമ്മുടെ ആ എഗ് പീസസ് ഒക്കെ അങ്ങ് പൊടിഞ്ഞു പോകാതെ കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കിട്ടും. അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഈ മസാല കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വറുത്തെടുക്കാം. മുട്ടയെല്ലാം നന്നായിട്ട് വെന്ത് മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പം നമുക്കിതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബാസ്മതി അരിയോ അല്ലെങ്കിൽ സോനാ മസൂരി അരിയോ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ട് അരി വേവിച്ച് വെക്കണം. ഞാനിപ്പോൾ സോനാ മസൂരി അരി കൊണ്ടാണ് ഇത് തയ്യാറാക്കിയത്. അപ്പോൾ കുറച്ച് ഉപ്പിട്ടും സോനാ മസൂരി അരി നമ്മൾ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ കുറച്ച് ചോറിട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലാ ചോറിലും നന്നായിട്ട് ആ മസാലയും മുട്ടയൊക്കെ മിക്സ് ആയി കഴിയുമ്പം ഇനി അടുത്ത ബാച്ച് ചോറ്, അങ്ങനെ കുറേശ്ശെ ചോറിട്ടിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് മസാലയൊക്കെ മിക്സായിട്ട് എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടും. ഇതുപോലെ ചോറൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സാക്കി കഴിഞ്ഞ് കഴിയുമ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം. വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ മല്ലിയില ചേർക്കാൻ നേരത്ത് ഒരു കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതുപോലെ റൈസ് റെഡിയായി. ഇനി നമുക്ക് കുട്ടികൾക്ക് ബോക്സിലൊക്കെ കൊടുത്ത് വിടാൻ നേരത്തോ അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾ കുറച്ചുകൂടി ഒരു ഹാപ്പി ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ചില്ലി ഗാർലിക് പേസ്റ്റ് ഉണ്ടല്ലോ അതൊരു കുറച്ചിട്ടിട്ട് അതിന് മുകളിലേക്ക് ഒരു മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ട്
അതിൻ്റെ മുകളിലൂടെ കുറച്ച് ഉപ്പും കുരുമുളകിൻ്റെ പൊടിയും കൂടെ തൂകി ഒരു ബുൾസൈ ആക്കിയിട്ട് ഇതുപോലെ നമ്മുടെ ചില്ലി ഗാർലിക് എഗ് റൈസിൻ്റെ മുകളിൽ ഒരു മുട്ടയും വെച്ച് കഴിക്കുവാണെങ്കിൽ അടിപൊളി സൂപ്പർ ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒരു എഗ് റൈസ് തയ്യാറാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടാനും മറക്കരുത്. അപ്പോൾ ഇനി ഒരു വീഡിയോ കാണാൻ. ടിൽ ദെൻ ബൈ.